കിടക്കുകയാണ്. നമ്മുടെ കമ്പനിയിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ആ പ്രൊഡക്റ്റുകളിൽ ഏറ്റവും ഒരു വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റാണ്. ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ഹിപ്പോക്രാറ്റസ്, നമ്മുടെ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വാക്ക്, അവർ ഫുഡ് ഷുഡ് ബി അവർ മെഡിസിൻ ആൻഡ് അവർ മെഡിസിൻ ഷുഡ് ബി അവർ ഫുഡ് എന്നാണ്. നമ്മുടെ ഔഷധവും ഭക്ഷണമായിരിക്കണം, ഭക്ഷണം ഔഷധമായിരിക്കണം എന്നാണ്. ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഔഷധ മൂല്യമുള്ള ഭക്ഷണങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. അവിടെയാണ് അതിന്റെ തുടക്കം. അപ്പോ നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ഡയബറ്റിക് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒരു മിറാക്കിൾ പ്രൊഡക്റ്റ് ആണ്. ചന്ദ്രമാഷ് ഓൾറെഡി സംസാരിച്ചു. ഡയബറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റാബോളിക് ഡിസീസ് ആണ്. അത് ഷുഗർ ലെവൽ ഹൈ ആവുന്ന സമയത്ത് വിച്ച് ക്യാൻ ലീഡ് ടു സീരിയസ് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഓവർ ടൈം എന്നാണ്. ഒരു പീരീഡ് ഓഫ് ടൈം കൊണ്ട് മറ്റ് കൂടുതലായിട്ടുള്ള ഹെൽത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ്. അപ്പൊ അതിൽ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, അതേപോലെ തന്നെ ഗർഭാവസ്ഥയിൽ വരുന്ന ഷുഗർ ഉണ്ട്. അങ്ങനെ ടൈപ്പ് 2, ടൈപ്പ് 1 ഡയബറ്റിക് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ റിലീഫ് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ മെറ്റാബോളിക് സിൻഡ്രോം എല്ലാം ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് അസുഖം വരാനുള്ള ഒരു റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ വയറിന്റെ ആരോഗ്യം, ഗട്ട് ഹെൽത്ത്, അത് നിലനിർത്തി കഴിഞ്ഞാൽ അതിന്റെ ഹെൽത്ത് പോകുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ പൊണ്ണത്തടി, അതേപോലെ ന്യൂട്രീഷ്യൻസിന്റെ ഡെഫിഷ്യൻസി, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുകൾ, വേദനകൾ, ഇമ്മ്യൂണിറ്റി പവർ കുറയുക. ഈ ഒരു 6 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. ഇതെല്ലാം എന്നെ കേൾക്കുന്ന ഈ 47 പേർക്കും അറിയാന്നുള്ളതാണ്. അതിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തൊരു 10 വർഷം അല്ല 5 വർഷം കഴിയുമ്പോൾ നമ്മൾ എടുക്കേണ്ട മെഡിസിനെ ഒഴിവാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ബയോട്ടോറിയം പ്രചരിപ്പിക്കുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആളുകളെടുത്ത് അതേപോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു വിപ്ലവം തന്നെയാണ് നമ്മൾ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഒബ്സിറ്റി, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ ട്രൈഗ്ലിസറൈഡ്, ലോ HDL കൊളസ്ട്രോൾ, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റിക് അതിനെ ബാധിക്കുന്നുണ്ട്. സെർട്ടൻ മെഡിസിൻസ് അതിന് റിസ്ക് ഫാക്ടറാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ടൈപ്പ് 2 ഡയബറ്റിക് ആവും, കാർഡിയോവാസ്കുലർ ഡിസീസ് വരും, മെറ്റാബോളിക് ഡിസ്ഫങ്ഷൻ വരും, അതേപോലെ PCOS വരും. ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇൻസുലിൻ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാത്ത ഒരു കണ്ടീഷനിൽ നിന്ന് നമ്മുടെ ബോഡിയെ വീണ്ടും ഹെൽത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് GP ലൈഫ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു കമ്പനി. അതിന്റെ പ്രത്യേകത വെച്ചാൽ UK ഹൗസ് ഓഫ് ലോർഡ് അവാർഡ് ചെയ്ത ഒരു കമ്പനി. 100% ഓർഗാനിക് പ്ലാന്റ് നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത മൂലകോശങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ സ്റ്റെം സെൽ എന്ന് തന്നെ പറയാൻ പറ്റും. എന്താണോ ഒരു പ്ലാന്റിന് ആവശ്യമില്ല അതിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്ലിനിക്കൽ ട്രയലുകൾ നടന്നതാണ്. 2006 സ്ഥാപിച്ച ഒരു കമ്പനിയാണ് നമുക്ക് വേണ്ടി കോൺട്രാക്ട് ബേസിൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അണ്ടർ തന്നെ എന്തുകൊണ്ട് 100ഓളം റിസർച്ച് ആർട്ടിക്കിളും 25ഓളം പേറ്റന്റുകളുള്ള കമ്പനിയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് നമ്മുടെ ഈ ഒരു ബ്രാൻഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതേപോലെ ഇലോൺ മസ്കിന്റെ എക്സ്പ്രൈസ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്ത ലോകത്തിലുള്ള എന്ന് വെച്ചാൽ നമ്മുടെ സെല്ലുകൾ ഈ റീജനറേഷൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ് ബേസ്ഡ് അല്ലെങ്കിൽ എന്താ പറയാ ഓർഗാനിക് മെഡിസിൻസ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിൽ ലോകത്തിൽ സെലക്ട് ചെയ്ത 2000 ചില്ലം കമ്പനികളിൽ 100 ലിസ്റ്റിന്റെ ഉള്ളിൽ വരുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു ബ്രാൻഡ് നമുക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള, അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അവരുടെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഡയബറ്റിക് പോലെയുള്ള ക്രോണിക് ആയിട്ടുള്ള ഡിസീസുകളിൽ കഴിഞ്ഞ 19 കൊല്ലമായിട്ട് റിസർച്ച് നടത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യാണ് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിലേക്ക് ആളുകളുടെ ആരോഗ്യം തിരിച്ചു പിടിക്കുന്ന തരത്തിലേക്കുള്ള ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കുന്നത് പലതും. അതിൽ 10ഓളം പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഒരു 20ഓളം പ്രൊഡക്റ്റുകൾ ഇപ്പൊ അടുത്ത് ലോഞ്ച് ചെയ്യാൻ പോവാണ്.
അത് ഓരോ അവയവത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ അഡ്വാൻസ് ഷുഗർ ബാലൻസ് എന്നാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേര്. അഡ്വാൻസ്ഡ് ഷുഗർ ബാലൻസ്. അത് ഷുഗറിന്റെ യൂട്ടിലൈസേഷൻ എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും. അത് പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആക്കാൻ സഹായിക്കും. ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. ഇത് ഒരു പ്ലാന്റ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ പ്ലാന്റ് ബേസ്ഡ് ചെടികളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി സിനർജിസ്റ്റിക് ഫൈറ്റോ കാഷ്വാലിറ്റി ടാർഗറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഒരു കൂട്ടം പ്ലാന്റ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റെം സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഉൽപ്പന്നം. അപ്പൊ ഇതിൽ എന്താണോ കമ്പനി പറയുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നതാണ്. ഇതിന്റെ ബെനിഫിറ്റ് ഓൾറെഡി നിങ്ങൾക്ക് ബ്രോഷർ കിട്ടിയിട്ടുണ്ടാവും. നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പൊ തന്നെ നേരത്തെ ചന്ദ്രമാഷ് പറഞ്ഞ ആ പ്രശ്നങ്ങൾ ഗട്ടിലേക്കാണെങ്കിലും മറ്റുള്ള ഓർഗൻസിലേക്കാണെങ്കിലും ഈ ഗ്ലൂക്കോസിനെ അടിച്ച് കയറ്റുന്ന ആ ഒരു പ്രവണത ബോഡി തന്നെ എന്ത് ചെയ്യും, ഒഴിവാക്കിയെടുക്കുന്നതാണ്. അതേപോലെ ഇൻസുലിന്റെ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യും. ഇൻസുലിൻ പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ ഇൻസുലിൻ എന്ത് ചെയ്യും, സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ കൂടെ നമ്മുടെ ബയോമാഗ്നറ്റിക് മാറ്റസ്പേഡും ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ് ഉപയോഗിച്ചുള്ള മാഗ്നറ്റൈസർ വാട്ടറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, റൺ ചെയ്യുന്നതാണ് ഇന്റേണൽ എല്ലാ ഓർഗൻസും. അതേപോലെ തന്നെ ഇംപ്രൂവ്സ് ഷുഗർ യൂട്ടിലൈസേഷൻ. അത് നമ്മുടെ ശരീരത്തിൽ ഷുഗർ യൂട്ടിലൈസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ എന്ത് ചെയ്യും, പ്രോപ്പറാക്കും. ഈ 3 കാര്യങ്ങൾ നടന്നാൽ തന്നെ ഷുഗർ ഉള്ളവർക്ക് അത് റിവേഴ്സ് ചെയ്തെടുക്കാനും ഷുഗർ ഇല്ലാത്തവർക്ക് നാളെ വരാതിരിക്കാനും സഹായിക്കുന്നതാണ്. ഇതിനുള്ളിൽ എന്താ കണ്ടന്റ് എന്നുള്ളതാണ്. ഇതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കണ്ടന്റ് ആണ്. ഫെനുഗ്രീക്ക് എന്ന് പറഞ്ഞാൽ ഉലുവ. രണ്ടാമത് ജാമുൻ ബീജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, ഞാവൽപ്പഴം. ഞാവൽപ്പഴം എല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടന്റ് ആണ്. ഗിലോയ് എന്ന് പറഞ്ഞാൽ ചിറ്റാമൃത്. സിന്നമൺ എന്ന് പറഞ്ഞാൽ കറുകപ്പട്ട. ഈ കറുകപ്പട്ട. ഗുഡ്മർ എന്ന് പറയുന്നത് ചക്കരക്കൊല്ലി. ഒരുപാട് ആളുകൾ ഈ ഷുഗറിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അശ്വഗന്ധ പ്രമേഹ അല്ലെങ്കിൽ ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കും. കണ്ടന്റുകൾ അടുത്തത് പാവക്ക അല്ലെങ്കിൽ കൈപ്പക്ക എന്ന് പറയും. അതേപോലെ തന്നെ മഞ്ഞളിനകത്തുള്ള കുർക്കുമിൻ എക്സ്ട്രാക്ട്. അതേപോലെ തന്നെ മരമഞ്ഞളിന്റെ അല്ലെങ്കിൽ ദാരുഹരിദ്ര എന്ന് പറയുന്ന ആ പ്ലാന്റിന്റെ എക്സ്ട്രാക്ട്. അതേപോലെ നെല്ലിക്ക എന്ന് പറയും. നമ്മളെ ഓരോ നാട്ടിൽ ഇതിന് ഓരോ പേരാണ്. വൃക്ഷാമല എന്ന് പറയും. അതേപോലെ തന്നെ ബ്രഹ്മി, അതേപോലെ മുരിങ്ങ, അതേപോലെ ഗിൻസങ്, നമ്മൾ ഉപയോഗിക്കുന്ന കൊറിയൻ ഗിൻസങ് ആണ്. അതുപോലെ കിരിയാത്ത അല്ലെങ്കിൽ നിലവേപ്പ് എന്ന് പറയും. അതേപോലെ കരിഞ്ചീരകം, ശതാവരി കിഴങ്ങിന്റെ എക്സ്ട്രാക്ട്, ഗുഗ്ഗുരു അല്ലെങ്കിൽ ശാലമരം അതിന്റെ കറ. ഈ കണ്ടന്റുകളാണ് നമ്മുടെ പ്രൊഡക്റ്റിലുള്ളത്. കണ്ടന്റുകളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ശരിക്കും തലയിൽ കൊടുത്ത് ആവശ്യമൊന്നുമില്ല. ആകെ 4 കണ്ടന്റ് മാത്രം എന്ത് ചെയ്താൽ മതി, ഓർമ്മിച്ചാൽ മതി. ഈ ഒരു 6 കണ്ടന്റ് ആര് ചോദിച്ചാലും പറയാൻ പറ്റുന്ന 6 കണ്ടന്റുകൾ നമുക്ക് എല്ലാവർക്കും, ഏത് സാധാരണക്കാർക്കും സംസാരിക്കാം. ഉലുവയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ചിറ്റാമൃതുണ്ട്, കറുകപ്പട്ടയുണ്ട്, അതേപോലെ തന്നെ ചക്കരക്കൊല്ലിയുണ്ട്, അശ്വഗന്ധയുണ്ട്, അതേപോലെ നമ്മുടെ ജാമുൻ ബീജിന് ഞാൻ നേരത്തെ പേര് പറഞ്ഞിരുന്നു, വിട്ടുപോയി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഔഷധ കൂട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ടാബ്ലറ്റ് രൂപത്തിലാണ്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഫെനുഗ്രീക്ക് എന്ന് പറയുന്നത് ഈ ഉലുവന്റെ അകത്ത് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള കണ്ടന്റുകളുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഈ ഡയബറ്റിക്കിനെ മാത്രം റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു മൂലകോശത്തിനെ വേർതിരിച്ചെടുത്തിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ചിറ്റാമൃതം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരുപാട് ഗൂഗിൾ എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ചിറ്റാമൃത് കുറേ മെഡിസിൻ പ്രോപ്പർട്ടിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്നും ഡയബറ്റിക്കിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അതിന്റെ സ്റ്റെം സെല്ല് മൂലകോശങ്ങളെ വേർതിരിച്ചെടുക്കുന്നു. അങ്ങനെ ഓരോരോ കണ്ടന്റും ഈ വളരെ എന്ത് ചെയ്യുക, ശാസ്ത്രീയമായി എന്ത് ചെയ്താണ് പ്രോസസ് ചെയ്ത് അതിന്റെ മൂലകോശങ്ങൾ കൊണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അലോപ്പതി മെഡിസിൻ
നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത് പോലെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങൾ ഞാൻ നേരത്തെ ഓൾറെഡി സംസാരിച്ചു. മെയിൻറ്റെയിൻ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല്, പ്രൊമോട്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ, ഇംപ്രൂവ് ഷുഗർ യൂട്ടിലൈസേഷൻ, മെയിൻറ്റെയിൻ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല്, എൻഹാൻസ് പാൻക്രിയാസ് ഫംഗ്ഷനിങ്, ഇംപ്രൂവ്സ് ബ്ലഡ് ഷുഗർ യൂട്ടിലൈസേഷൻ. ഈ കാര്യങ്ങളാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇതൊരു ടാബ്ലറ്റ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ ടാബ്ലറ്റ് ദിവസം 2 നേരം ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ, രാവിലെയും വൈകുന്നേരവും, 12 മണിക്കൂർ ഗ്യാപ്പിൽ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. 12 വയസ്സിന് മുകളിലുള്ള ആർക്കും ഇത് ഉപയോഗിക്കാം. ഗർഭിണികള്, മുലയൂട്ടുന്ന അമ്മമാര് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് സംസാരിക്കാനുള്ളത്. नमस्कार दोस्तों, मैं सागर कुमार ई-बाइटो में आपका हार्दिक स्वागत करता हूं। दोस्तों, आज बहुत ही स्पेशल सब्जेक्ट पे मैं यहाँ पर बात करने आ रहा हूँ और कुछ इन्फॉर्मेशन आपको देने वाला हूँ। ई-बाइटोरियम आज भारत के अंदर सबसे पावरफुल तरीके से डायरेक्ट सेलिंग में काम कर रही है। 100% लीगल, 200% एथिकल काम कर रही है और 55 मंथ से हम लोग मार्केट में बहुत ही जबरदस्त तरीके से प्रोग्रेस कर रहे हैं और हजारों लाखों लोग हमसे जुड़े हैं। डायरेक्ट सेलिंग इंडस्ट्री के बारे में लोगों में अवेयरनेस की बहुत कमी है। एक तो लोगों को मालूम ही नहीं कि डायरेक्ट सेलिंग इंडस्ट्री कितनी पावरफुल इंडस्ट्री, और भारत सरकार ने इसको एक इंडस्ट्री का दर्जा दिया है। और ई-बाइटोरियम कंपनी 100% मैन्युफैक्चरिंग बेस्ड, ट्रेडिंग बेस्ड कंपनी है। लाखों की तादाद में प्रोडक्ट सेल करती है डायरेक्ट सेलिंग के माध्यम से। एक बहुत बड़ी दुनिया है डायरेक्ट सेलिंग इंडस्ट्री, लेकिन आज भी लोगों को ये इंडस्ट्री की पावर मालूम नहीं है। इसको एक हल्के में ले लेते कोई भी। तो इस इंडस्ट्री को अगर समझना है और एक अच्छी लाइफस्टाइल हमको अगर जीना है, फैमिली को अच्छी लाइफस्टाइल अगर हमको देना है, अच्छा करियर अगर बनाना है, तो डायरेक्ट सेलिंग के लिए आपको सीखना बहुत जरूरी है। अगर सीखोगे नहीं तो प्रोग्रेस नहीं कर पाओगे। तो डायरेक्ट सेलिंग इंडस्ट्री ये दुनिया की सबसे बेहतरीन इंडस्ट्री है, लेकिन उतनी कांटों भरी इंडस्ट्री है। वो हल्की कब हो जाती है, जब आपके पास नॉलेज होता है, एक एथिकल कंपनी होती है, एक खूबसूरत से प्रोडक्ट्स होते हैं। हेलो फ्रेंड्स, मैं सागर कुमार ई-बाइटो में आपका हार्दिक स्वागत करता हूँ। दोस्तों, आज कंपनी को बेस्ट मार्केटिंग स्ट्रेटेजी अवार्ड मिला है एमएसएमई गवर्नमेंट ऑफ इंडिया से और डायरेक्ट सेलिंग इंडस्ट्री के लिए। तो ये ट्रॉफी यहाँ पर बन चुकी है और यहाँ पर ये इस तरह से बहुत ही खूबसूरत ट्रॉफी हमको भारत सरकार से मिली है एक बड़े से प्रोग्राम में। उसके सारे फोटोग्राफ्स और वीडियोज में आपको भेज रहा हूँ, तो आपके टीम में शेयर करो। ये एमएसएमई की ओर से मिला है गवर्नमेंट ऑफ इंडिया। थैंक यू।